ഇച്ചിരി അങ്ങോട്ട് തളിക്ക്. അളിയാ 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 ഇരിക്കളിയാ. കണ്ണു അളിയാ, ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് വെള്ളം തെളിച്ചിട്ട് ഞാൻ അങ്ങനെ തട്ടി കൊടുത്തു കേട്ടോ. ഓ മതി, വിരലടയാളം പതി ഞാൻ ഒറ്റ തെളിവ് മതി പ്രതിയാണെന്നുള്ളത് ഉറപ്പിക്കാൻ. അതെ, നമുക്ക് പറഞ്ഞ പോലെ ഇവനെ എങ്ങോട്ടും മാറ്റാടാ. അതെ, അവനെ വിളിക്കും, നിന്റെ ഇതിനെ വിളിക്കും. അവനെ വിളിച്ചിട്ട് അവനെ അങ്ങോട്ടാക്കാം. അവന്റെ ഡ്രസ് കുഴപ്പമില്ല, ഡ്രസ് എടുക്കാം. അങ്ങോട്ട് പോവാം. എവിടേക്ക് എവിടേക്ക്? നമുക്ക് ജമന്തിയുടെ വീടിന്റെ അങ്ങ് പോകും. കുറച്ച് 2 ദിവസം മാറിയേക്കാം. അതെ, ഇവിടെ നിന്നാലേ അത് ശരിയാവില്ല. ഇപ്പോഴേക്ക് മാമൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കാം കേട്ടോ. ഓ അതാരാ? അപ്പൊ ഇവൻ തന്നെ പ്രതി ഉറപ്പായി. അവർ പറഞ്ഞ ഇവനെ അകത്തോട്ട് കയറ്റി കണ്ടു. അല്ലേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി പോലീസ് വന്നു കഴിഞ്ഞാൽ കനക നിരപരാധിയാണെന്ന് പറയണം. അതെ, സത്യം പറഞ്ഞ അളിയനൊരു കയ്യബദ്ധം പറ്റി പോയതാണ്. അവ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാ. അല്ല, ഞാൻ അബദ്ധം പറ്റിയത് ഞങ്ങൾക്കാ. കുട്ടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. സോറി പറയാനാണ് വന്നത്, ക്ഷമിക്കണം. കാരണം പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബോധം പോകുന്ന ഒരു BP എന്തോ പ്രശ്നമുണ്ട്. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടുന്ന് ഓട്ടോ പിടിച്ച് വിട്ടതും വെള്ളം കൊടുത്തൊക്കെ പറഞ്ഞു പുള്ളി. അതിന് നന്ദി പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞിട്ട്. അപ്പൊ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. മാപ്പൊന്നും പറയണ്ട. നിങ്ങൾ കാരണം എന്തെല്ലാം എന്റെ ചെറുക്കൻ ഉണ്ടായത്. അപ്പൊ അബദ്ധം പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എന്റെ ചെറുക്കൻ ഇനി വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾ പോയാ മതി. ഇനി സോറി. കുഴപ്പമില്ല. ശരി, ഒന്നുമില്ല അമ്മ. വിഷമം കൊണ്ട് പറഞ്ഞ ഒന്നുമില്ല അമ്മ, എല്ലാം ഇപ്പൊ സോൾവ് ആയില്ലേ. വെറുതെ കുറെ ടെൻഷൻ അടിച്ചത് സമാധാനായി. കഷ്ടമാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കാനേ. ആവശ്യമില്ലാത്ത കാര്യമായിരുന്നല്ലേ? അല്ലെങ്കിൽ കനകൻ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയായിരുന്നു. നീ എന്തെല്ലാം പറഞ്ഞ എന്റെ ചെറുക്കനെ? തന്നെ അമ്മാവൻ തന്നെയാണ് ആവശ്യമില്ലാതെ കുറെ പറഞ്ഞു. അല്ല, നീയും പറഞ്ഞു. നീയും കുറെ പറഞ്ഞു. ജഡമായി പള്ളിക്കുടത്തിന്റെ പുറകിൽ പ്രേതം കിടക്കുന്നു. എന്തൊക്കെയാടാ നീ പറഞ്ഞുണ്ടാക്കിയത്? അതെ ചേച്ചി, അത് കാണിച്ചു തന്നപ്പോഴാണ് എന്റെ മനസ്സാകെ പതറിയത്. അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് കരുതിയപ്പോഴാണ് ഞാൻ അവനെ കുറ്റപ്പെടുത്തിയത്. അമ്മാവ, ഞാൻ കാണിച്ചെന്ന് പറഞ്ഞ അമ്മാവൻ എന്താ പറഞ്ഞത്? ഇത് ആ പെൺകൊച്ചു തന്നെ ബാഗ് ഉണ്ടായിരുന്നില്ലേ, ആ ബാഗ് തന്നെ ഇതാണെന്ന് അമ്മാവൻ പറഞ്ഞു. എടാ, നീ എന്താ എത്രയോ വാട്സപ്പിൽ വരുന്നില്ലേ? നീ ഈ കൊച്ചു അതാണെന്ന് പറഞ്ഞു പേടിപ്പിച്ചോണ്ടല്ലേ ഞാനത് പറഞ്ഞത്. പിന്നെ നീ എന്തൊക്കെ പറഞ്ഞു? പോലീസ് വരും, മറ്റേ തൊട്ട് നോക്കിയില്ലേ, അതൊക്കെ പറഞ്ഞില്ലേ നീ? അത് അമ്മാവൻ ഇതാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ പോലീസ് വെറുതെ നീ വാശി പിടിപ്പിക്കരുത്. നാട്ടുകാർ അത് പറഞ്ഞു, നിന്റെ പാർട്ടിക്കാരെ എതിര് നിന്ന് നീ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി? ഞാൻ ചോദിച്ചിട്ട് ആദ്യം ഒന്ന് ഇവിടെ ഇത് സംസാരിച്ച് ഇത്രയും വിഷയമാക്കി അവനെ ടെൻഷൻ എടുപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു, നീ അവനെ വെറുതെ കുതിര കയറല്ലേ, നീ എന്തെങ്കിലും ഒരു വഴി കാണുന്നു.